അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ചടങ്ങുകൾക്ക് തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ 6 ദിവസത്തെ ഉത്സവത്തിന് കൊടിയേറി. ദേശത്തെ തച്ചൻ ശ്യാം കൊടിമരത്തിന് മുകളിൽ ഗരുഡ പ്രതിമ സ്ഥാപിച്ചു. ദേശക്കാർ കൊടിമരം ഉയർത്തി. തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്ത്രി ചിത്രഭാനു വിഷ്ണു ഭഗവാന്റെ ശ്രീകോവിലിൽ നിന്നും ചൈതന്യം ധ്വജത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവന്ന് കൊടിമരച്ചുവട്ടിൽ പൂജ നടത്തി കൊടിയേറ്റി. ശാന്തിമാരായ വിനോദ്, സനൽ എന്നിവർ സഹകാർമ്മികരായി. കുംഭമാസത്തിൽ ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിയിൽ കൊടി കയറ്റി ദ്വാദശി തിഥിയിൽ രാവിലെ 9-ന് വിഷ്ണു ഭഗവാന്റെ തിടമ്പുവാദ്യത്തോടെ ആനപ്പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം വെച്ച് പുറത്തു കടന്ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തും. കുളക്കടവിലെ പൂജകൾക്ക് ശേഷം മേളത്തോടെ തിരിച്ചെഴുന്നള്ളി നടപ്പുരയിൽ പറകൾ സ്വീകരിച്ച് 10 പ്രദക്ഷിണം നടത്തും. കൊടിയിറക്കിയ ശേഷം ആന കൊടിമരമിളക്കും. തുടർന്ന് പ്രസാദൂട്ടും നൽകും. എല്ലാ ദിവസവും 2 നേരം ശ്രീഭൂത ബലിത്തൂവലും, രാവിലെ 9-ന് മേളത്തോടെ കാഴ്ച ശീവേലിയും, രാത്രി വിളക്കെഴുന്നള്ളിപ്പും തായമ്പകയും, രാത്രി 8:30-ന് മേളത്തോടെ കാഴ്ച ശീവേലിയും ഉണ്ടാകും. സമാപന ദിവസം വൈകിട്ട് 5-ന് കോവിലകം എഴുന്നള്ളിപ്പും രാത്രി 7-ന് ഭഗവതി എഴുന്നള്ളിപ്പും നടത്തും. കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയും സംയുക്തമായാണ് ഉത്സവം നടത്തുന്നത്. 6 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഉത്സവങ്ങൾ 3 തരത്തിലുണ്ട്. മുളയിടാതെ കൊടികയറ്റുന്ന ധ്വജാതി, മുളയിടലും കൊടികയറ്റവുമില്ലാതെ കൊട്ടിപ്പുറപ്പെടുന്ന പടഹാതി എന്നിവയാണിവ. വടക്കാഞ്ചേരി ക്ഷേത്രത്തിൽ ധ്വജാതി ഉത്സവമാണ്. ഉത്സവാഘോഷത്തിന്റെ ആരംഭ ദിവസമാണെന്ന് ഇന്നു തൊട്ട് തന്നെ കലാപരിപാടികൾ ആരംഭിച്ചു. അടുത്ത എല്ലാ ദിവസങ്ങളിലും 6 മുതൽ 7:30 വരെ ഭക്തിഗാനമേളയായിട്ടും ഭരതനാട്യമായിട്ടും മറ്റുള്ള തരത്തിലുള്ള ഡാൻസായിട്ടും ഒരുപാട് പ്രോഗ്രാം എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഈ ഇത്രയും നേരത്തെ വയ്ക്കുന്നതിന് കാരണം കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് കഴിഞ്ഞാൽ വേഗം പോകാനോ എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. പരമാവധി നിങ്ങളുടെ കൂടെയുള്ള അടുത്തുള്ള വീട്ടുകാരിൽ ചേർത്തിക്കൊണ്ട് ഭഗവത് സന്നിധിയിൽ എല്ലാ ദിവസവും എത്തിച്ചേരണമെന്ന് ജീവിതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ കലാസന്ധ്യ ഗംഭീരമാക്കിയ തിരുവമ്പാടി വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള അഷ്ടപതി ഭജന സംഗീത കച്ചേരിയൊക്കെ നമ്മുടെ ക്ഷേത്രാങ്കണത്തെ വളരെയധികം ഓർമ്മയെ ഒഴിച്ചുകൊണ്ട് അവർ ഗംഭീരമായി നടത്തി എന്ന് തന്നെയാണ് നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം. VCV ന്യൂസ്, വടക്കാഞ്ചേരി.